ഗൈസ് ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പൊ കല്യാണത്തിന് പോവുകയാണ്. ഞാനും ഉണ്ട്, കുക്കും ഉണ്ട്. അമ്മാമ്മ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകണം, ഓട്ടോയിൽ പോവാന്നാ പറഞ്ഞത്. ഇപ്പൊ കുറെ നാളായി ഗൈസ് കല്യാണത്തിനൊക്കെ പോയിട്ട്. കല്യാണമല്ല, റിസപ്ഷനാണ്. കല്യാണം കഴിഞ്ഞ റിസപ്ഷന് പോവുകയാണെ. ജംഗ്ഷനിൽ ചെന്നിട്ട് ഓട്ടോ പിടിച്ച് പോകാന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അമ്മാമ്മയായിട്ടാണ് നിൽക്കുന്നത്. അമ്മാമ്മ ഇതിനകത്തുണ്ട്, കാണിച്ചു തരാം. അതെ, അമ്മയുടെ കൂടെ പോണതുകൊണ്ട് നേരത്തെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങിയത് അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞത് ഇത്ര നേരത്തെ ഇറങ്ങണ്ടെന്ന് ഈ ഇരിക്കുന്ന അമ്മാമ്മയോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ കേട്ടില്ല. ഇത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് പരിപാടിയൊക്കെ തുടങ്ങും. അതിന് മുന്നേ പോകുമെന്ന് അറിയിച്ചിട്ട് അമ്മാമ്മയ്ക്ക് ഇരുട്ടി കഴിഞ്ഞ അമ്മാമ്മ ലേറ്റ് ആയി കഴിഞ്ഞ അമ്മ ഇരുത്തില്ല. ഗെയ്സ് ഇവിടെ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുവാണേ. ഗെയ്സ് ചെറുക്കനും പെണ്ണൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് ഇവിടെ ഇരിക്കുകയാണ്. അവരെ പോയി കണ്ടിട്ടുണ്ട്. ഇവരിപ്പോ അവിടെ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നു. ഫോട്ടോഷൂട്ടിന്റെ ചെറിയൊരു ക്ലിപ്പിനെ ഇടാവേ. ഇപ്പൊ കണ്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്കൊരു ഇൻസെക്യൂരിറ്റി ആണ് ഗെയ്സ് എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഫോണൊക്കെ എടുക്കാൻ. അപ്പൊ തന്നെ ഞാൻ മാറി എന്നൊരു വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് അങ്ങ് ഇറങ്ങും. ഇവിടുത്തെ ആംബിയൻസ് രക്ഷയില്ല ഗെയ്സ്. നോക്കും, കായല, തൊട്ട് ബാക്കിൽ കായലാണ്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ തകൃതിയായിട്ട് നടക്കണം. അപ്പൊ ഗൈസ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടേ. നൈറ്റ് പോകേണ്ട ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഗൈസ്. റിസപ്ഷനൊക്കെ നൈറ്റ് പോകുമ്പോഴല്ലേ രസമുള്ളൂ. അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ലൈറ്റ് സെറ്റിംഗൊക്കെ നൈറ്റ് കാണാനായിരുന്നു ഇച്ചിരി കൂടി ഭംഗി. പക്ഷെ അമ്മാമ്മയാണ് പറഞ്ഞത് നേരത്തെ പോവാൻ. ഇരുട്ടി കഴിഞ്ഞ ഇച്ചിരി സീനാണ്. തിരിച്ചു വരുന്ന കാര്യമൊക്കെ ഓർത്ത് അമ്മാമ്മ പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തെ പോകണം. അതാണ് ഞങ്ങള് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗൈസ്. ഒന്നാമത്തെ കാര്യം, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഗൈസ് ഞാൻ ഇങ്ങനെ ഒരു റിസപ്ഷനോ കല്യാണോ ഇങ്ങനെയൊക്കെ കൂടുതൽ. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ കല്യാണ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞത് ഇവിടെ നല്ല ലോങ് ആണ് ഗൈസ്. അപ്പോ പാടാണ്. എനിക്ക് ഒരുപാട് നേരം ബസ്സിലിരിക്കുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഛർദിലും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് നേരം ബസ്സിലിരിക്കാൻ കൊണ്ടൊന്നും പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് കല്യാണത്തിന് പോകാൻ ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചു. കല്യാണ സദ്യ കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. പക്ഷെ എന്നാലും സാരമില്ല ഗൈസ്. ഞാൻ റിസപ്ഷൻ പോയി നല്ലോണം ഫുഡ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കുന്നതും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിലൊക്കെ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ കഴിക്കുന്ന ടൈമിൽ എന്റെ തൊട്ടപ്പുറത്ത് ആ ടേബിളിൽ തന്നെ അടുത്ത് ഒരുപാട് 2-3 പേര് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ ഇൻസെക്യൂരിറ്റി ഫോണൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കാനൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. അതുകൊണ്ട് ആ ആഗ്രഹം ഞാൻ മെല്ലെ അങ്ങ് മാറ്റി വെച്ചു ഗൈസ്. പിന്നെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിസപ്ഷനൊക്കെ പോകുന്നത്. സാധാരണ ഓഡിറ്റോറിയത്തിലൊക്കെയാണ് റിസപ്ഷൻ നടത്തുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ ഈ നേഴ്സിംഗിന് പോയ ടൈം തൊട്ട് ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കൂടിയിട്ടില്ല ഗൈസ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നറിയില്ല. ലീവിന് വരുമ്പോ ഓരോരോ കല്യാണത്തിനും വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പോവാൻ ചിലപ്പോ എന്റെ ആ ടൈമിൽ എന്റെ ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല. ചിലപ്പോ എനിക്ക് മടിയായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ പോവാതെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് പോണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു ഇതായിരുന്നു ഗൈസ്. അതുകൊണ്ട് പോയി. എനിക്ക് റിസപ്ഷൻ നല്ലതായിരുന്നു. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നില്ല ഗൈസ്. കാരണം എനിക്ക് അറിയില്ല എന്ത് ഇടണം കണ്ടന്റ്. പക്ഷെ എനിക്കൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് കണ്ടന്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കണ്ടന്റ് ക്ഷാമമാണ്. അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനല്. യൂട്യൂബിലെ പകുതി കാര്യങ്ങളും എനിക്ക് അറിയില്ല ഗൈസ്. യൂട്യൂബിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, അതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊന്നും അറിയില്ല. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കുറച്ച് വീഡിയോസ് കണ്ടിട്ടാണ് ഗൈസ് ഞാൻ ഇതൊക്കെ എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പഠിച്ചതും അങ്ങനെയൊക്കെ. ഇപ്പൊ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഉള്ളത് വെച്ചിട്ട് ഇപ്പോ ഒരു 60 ആണെങ്കിൽ 61 ആകുമ്പോഴോ അങ്ങനെയൊക്കെ ഒരു സന്തോഷമുണ്ട്, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടാൻ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര ബൂസ്റ്റ് ആണ് ഗൈസ്. കാരണം അടുത്ത വീഡിയോ ഇടണം, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി ഇടണം, അങ്ങനെയൊക്കെ തോന്നും.
ഈ കല്യാണം തന്നെ ഞാൻ 2-3 ദിവസമായിട്ട് കാത്തിരുന്ന് എടുത്തൊരു വീഡിയോ ആണ്. എന്നിട്ടും ഞാൻ വിചാരിച്ചതിന്റെ പകുതി പോലും എടുക്കാൻ പറ്റില്ല. വീട്ടിൽ കാണുമ്പോൾ അറിയാം ഇങ്ങനൊന്നും എടുക്കണമെന്നല്ല വിചാരിച്ചത്. ഇച്ചിരി കൂടെ നല്ല രീതിയിൽ എടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എന്റെ അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് ഇൻസെക്യൂരിറ്റി ആണ് കേസ്. ഞാനൊന്ന് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ എന്റെ അടുത്തുള്ളവര് ഓരോന്നൊക്കെ പറയുമ്പോൾ ഒന്ന് നോക്കുമ്പോഴൊക്കെ അറിയില്ല. അതൊക്കെ ഇനി മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ്. ഒരു സബ്സ്ക്രൈബെങ്കിൽ അത് കൂടുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇനിയും വീഡിയോ ഇടണം അങ്ങനെ ഒരു തോന്നൽ വരും. എന്നുവെച്ചാൽ എന്റെ വീഡിയോ കാണുന്നവരുണ്ട്. ഇപ്പൊ വ്യൂസ് തന്നെ 100 സംതിങ് ഒക്കെ ഉള്ളൂ. എന്റെ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്ന വീഡിയോക്കൊക്കെ 100 സംതിങ് വ്യൂസ് ഒക്കെ ഉള്ളൂ. പക്ഷെ അത്രയും പേര് കണ്ടു എന്നറിയുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ അത്രയും പേരും ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് ഞാൻ ഓർക്കും. കാരണം എന്റെ ഇങ്ങനെ ഇപ്പൊ ഞാൻ തന്നെ ആയാലും പരിചയമില്ലാത്ത ഒരാളുടെ വീഡിയോ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ ഇരുന്ന് കാണില്ല. അപ്പോൾ ഇങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്റെ മുഴുവൻ വീഡിയോ ഒന്ന് കാണുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ പിന്നെ വരാം. ബൈ.